നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സിൽക്ക് ത്രെഡ് ബാംഗിൾസ് ഫ്രെയിംസിൽ എങ്ങനെയാണോ നമ്മൾ ത്രെഡ് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഫ്രെയിം ബാംഗിളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ 1 ഇഞ്ചിൻ്റെ ഫ്രെയിം ഞാൻ അയച്ചു തന്നവർക്ക് 1 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെയ്യാം. പിന്നെ അത് ഇതുപോലത്തെ ഒരു ഡയറിയോ ബുക്കോ എന്തെങ്കിലും ഒന്ന് എടുക്കാം. ഇത് സിൽക്ക് ത്രെഡാണ്. സിൽക്ക് ത്രെഡ് ഇതുപോലെ ഒന്ന് പിടിക്കുക. കണ്ടില്ലേ, നമ്മുടെ അപ്പം വിരൽ ലോക്ക് ചെയ്യാം. അപ്പം വിരൽ ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം. ഏകദേശം നമുക്ക് ഒരു 50 ലെയർ എന്ത് ചെയ്യണം, നമുക്കിതുപോലെ ചുറ്റി എടുത്ത് വരണം. ഓക്കെ, ഇപ്പം 50 കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എന്ത് കിട്ടും, കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ബാംഗിൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ചുറ്റിയെടുക്കുന്ന, അതായത് നിങ്ങളെടുക്കുന്ന ആ ഒരു ഡയറിയുടെ അല്ലെങ്കിൽ ആ ഒരു ബുക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ത്രെഡിൻ്റെ നീട്ടം കിട്ടുള്ളൂ. അപ്പോൾ 2 ലെയറായിട്ട് അല്ലെങ്കിൽ ഒരു 3 ലെയറായിട്ടൊക്കെ എടുക്കാം. കുഞ്ഞു ബാംഗിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ലെയർ മതിയാവും. പിന്നെ നിങ്ങൾ എടുക്കുന്നതിൻ്റെ ബുക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും കേട്ടോ വരിക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടുത്തടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റി എടുക്കണം. ചുറ്റി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടില്ലേ, ആ ഒരു പോർഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താവാൻ പാടില്ല, മിസ്സാവാൻ പാടില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ഒന്ന് പിടിക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പോർഷനിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് ഗമ്മാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ സെയിം ഗം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളതും. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൽ എപ്പോഴും നമുക്ക് ഫാബ്രിക് ഗമ്മാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചില ആളുകൾ B7000 യൂസ് ചെയ്യും, പക്ഷേ അത് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൽ നമുക്ക് ഫാബ്രിക് ഗമ്മാണ് ഏറ്റവും എന്താ പറയുക നല്ലത് കേട്ടോ. പക്ഷേ നമ്മൾ കുന്തൻ സ്റ്റോൺസ് ഒക്കെ ചെയ്ത് വരുന്ന വർക്കുകളൊക്കെ ആണെങ്കിൽ B7000 യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഗ്ലാസ് ഷീറ്റിലൊക്കെ ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് അതാണ്. എന്നിട്ട് ഈ എൻഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. കണ്ടില്ലേ, എല്ലാ പോർഷൻസും ഒരുപോലെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഗമ്മ് ഒന്ന് ത്രെഡിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബാംഗിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾ പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗം എപ്പോഴും അപ്ലൈ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യണം, ഗമ്മ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ ഒട്ടിക്കുന്നില്ലേ, അത് ഏകദേശം ഒരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതായത് അപ്പം തന്നെ എന്ത് ചെയ്യരുത്, എടുത്ത് ബാക്കിയും കൂടെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. അതവിടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഗമ്മ് ത്രെഡിൻ്റെ എല്ലാ പൊസിഷനിലോട്ടും നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനത് അവിടെ ഒന്ന് മാറ്റി വെച്ചു. ഒരു 10-20 മിനിറ്റെങ്കിലും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുക. എടിപിടിന്ന് എടുത്ത് ചെയ്യരുത്, അപ്പോൾ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടില്ല. ഇത് ഞാനൊരു 20 മിനിറ്റിന് ശേഷം എടുത്തതാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ട് എന്തായിട്ടുണ്ട്, ഗമ്മൊക്കെ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. പിന്നെ ത്രെഡ് ഇതുപോലെ നല്ല എന്താക്കുക, എൻഡ് പോർഷൻസൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇതുപോലെ കണ്ടോ, ഇതേപോലെ നന്നായിട്ട് വലിച്ചു പിടിക്കുക. കണ്ടല്ലോ, ഇതുപോലെ തന്നെ വലിച്ചു വെക്കണം. അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ട്, അതായത് നിങ്ങളുടെ വലത് കൈ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുക, അത് നേരെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടില്ലേ, എന്നിട്ട് നേരെ താഴത്തോട്ട് ചുറ്റിയെടുക്കണം. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഫസ്റ്റ് ലെയറിനെ ഒന്ന് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് നേരെ അടുത്തായിട്ട് കണ്ടില്ലേ, ഗ്യാപ്പ് വരാത്ത രീതിക്ക് നേരെ അടുത്തായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ത്രെഡിനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗ്യാപ്പ് വരാൻ പാടില്ല. ഓക്കെ, ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ത്രെഡ് വലിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവുള്ളൂ, നീറ്റായിട്ട് വരും. അല്ലെങ്കിൽ ത്രെഡ് ഒരു ഭാഗത്ത് പൊന്തിയിരിക്കും, ഒരു ഭാഗം താന്നിരിക്കും, വളഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിന് വേണ്ടി ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് വലിച്ച് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചുറ്റിയെടുക്കാം. വീണ്ടും കണ്ടില്ലേ, നന്നായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക, ചുറ്റിയെടുക്കാം.
അപ്പം നമ്മൾ ചില ആളുകൾ റിപ്പീറ്റായിട്ട് എന്ത് ചെയ്യും, ബാംഗിൾസിൽ ത്രെഡ് ചുറ്റി എടുക്കുമ്പോൾ ഗം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് ആ ഒരു ത്രെഡിൽ ഒരു ഡാർക്ക് കളേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് അതിൽ ഗം അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ഇതേ ത്രെഡിനെ എപ്പോഴും നല്ല ഒന്ന് വലിച്ചു വെച്ചിട്ട് നീറ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് വരും. പിന്നെ കസ്റ്റമൈസ്ഡ് ഒക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ തരുന്ന ത്രെഡ്, സിൽക്ക് ത്രെഡ് ഏത് കളറാണോ അതേ കളറിൽ തന്നെ നമ്മൾ ബാംഗിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താവില്ല, കസ്റ്റമർക്ക് ആ ഒരു സ്പേസ് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ വൈറ്റ് കളറിൽ, ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കുറേയൊക്കെ അയച്ചവർക്ക് വൈറ്റ് ബാംഗിൾസ് ആവും അയച്ചിട്ടുണ്ടാവുക. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ആ ഒരു സ്പേസ് ഒന്നും വരാതെ അടുത്തടുത്ത് വരുന്ന രീതിക്ക് തന്നെ ചെയ്തെടുത്ത് വരണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്ത് ഇപ്പോൾ ഈ പോർഷനിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായി, ത്രെഡ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ അതിൻ്റെ എവിടെയാണോ അതിൻ്റെ ഒരു എൻഡ് പോർഷൻ വരുന്നത് ആ ഒരു എൻഡ് പോർഷനിൽ എന്ത് ചെയ്യുക, അവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്തില്ലേ അതുപോലെ ത്രെഡിന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ആദ്യം ചുറ്റിയെടുത്ത പോലെ ത്രെഡിനെ ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്തത് അതിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗമ്മ് അപ്ലൈ ചെയ്ത് ത്രെഡിനെ ചുറ്റി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് വരാൻ പാടില്ല, ഗ്യാപ്പ് വരാൻ പാടില്ല. ഓക്കെ, ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്നല്ല, നമ്മൾ ഈ ഒരു വർക്കിലെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ സിൽക്ക് ത്രെഡ് എന്ന് വെച്ചാൽ തന്നെ ഈ ഒരു സിൽക്ക് ത്രെഡ് ചുറ്റിയെടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ത്രെഡ് കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള പോർഷൻസ് ചുറ്റി കാണിക്കുന്നുള്ളൂ. കാരണം എക്സ്ട്രാ വർക്കുകളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പോർഷനാണ് ഈ ത്രെഡ്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, എന്നിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ഗമ്മ വെച്ച് അപ്ലൈ ചെയ്യണം. അപ്പോൾ ത്രെഡ് കഴിയുന്ന പോർഷനിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ഗമ്മ വെച്ചിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. എവിടെയാണോ നമ്മൾ എൻഡ് ചെയ്യുന്നത് ആ ഒരു പൊസിഷനിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അടുത്ത് വെച്ച് തന്നെ അതായത് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്, നേരെ അടുത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു സ്പേസ് വരാത്ത രീതിക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ബാംഗിളിൽ നന്നായിട്ട് വലിച്ച് മുറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം നിങ്ങൾ വലിച്ച് മുറുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആണ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചില്ലേ, ആ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു പോർഷന് എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി. ഏകദേശം ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടിന്യൂസ് എങ്ങനെയാണ് ചെയ്യുക, അതായത് ത്രെഡ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ ഇത് വെച്ച് നമ്മളെങ്ങനെ കുന്തൻ സ്റ്റോൺസിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുള്ളതൊക്കെയാണ് നമ്മളിനി അടുത്ത ക്ലാസ്സുകളിൽ കാണിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും ബാംഗിൾസ് മുഴുവനായിട്ടും ചുറ്റിയിട്ട് നമ്മൾ കാണിക്കുക. നാളെ ക്ലാസ് ഉണ്ടാവില്ല, ഒരു ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല, അങ്ങനെയാണ് ക്ലാസ്സുകൾ വരിക. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് വരുന്നത് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദിവസവും തരുന്ന വർക്കുകൾ അതാത് ദിവസം തന്നെ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്യുക. മെറ്റീരിയൽസൊക്കെ എടുത്തവർ ശ്രദ്ധിക്കുക, വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, കൂടെ തന്നെ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബാംഗിൾസിൻ്റെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് 2-3 പ്രാവശ്യം വീഡിയോ കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക.